ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളെപ്പോഴും രാവിലെ ചിന്തിക്കുക കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും മാവ് കുഴച്ച് പരത്താതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ റെസിപ്പിയാണായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലേക്ക് പോകാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ വറുത്തതാണേലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ റവയുടെ നേരെ പകുതിയായിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് അളവിൽ. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം പുളിയില്ലാതെ നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. പുളി ഓവറായിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ റവ എടുത്തിട്ടുള്ള സെയിം അളവ് തന്നെ, അതായത് 1 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. 2-3 പിഞ്ച്, ഒരുപാട് ഉപ്പ് കൂടണ്ട, കാരണം നമ്മൾ ഇനിയും നോക്കിയിട്ട് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ചെറിയൊരു പരിപാടിയും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ, ഓയിലോ എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ നെയ്യാലും യൂസ് ചെയ്യാം കേട്ടോ. എന്താണോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 4 ചെറിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഓവർ വലുപ്പമില്ലാതെ ഒരു സവാള എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരല്പം ഉപ്പ്, 2-3 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ സവാള ഭയങ്കരമായിട്ട് സോഫ്റ്റായി ഒരുപാട് ടൈം അങ്ങനെ കളർ മാറി വരുന്നവരെ വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്നങ്ങ് ചെറുതായിട്ട് വാടിക്കിട്ട് മാത്രം മതി. അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഒലിക്കുന്ന ആ ഒരു ടെക്സ്ചർ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊരു സൈഡിലേക്ക് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റവ മിക്സിലേക്ക് ഇനി കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനിട്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേറെ ഒന്നും ഇടാതെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം നല്ലപോലെ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് വഴറ്റി വെച്ചിട്ടില്ല സവാളയും ഉഴുന്ന് പരിപ്പ് മിക്സ്, അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമ്മുടെ മിക്സിൻ്റെ എല്ലാ സൈഡിലും എത്തിക്കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം എല്ലാത്തിലും നമ്മൾ കുറച്ച് ഓൾറെഡി ഇട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർക്കാം. അപ്പോൾ ഒരല്പം കൂടി കുറവുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഇതാ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് മെനക്കെട്ടുള്ള പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡറല്ലേ, ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇതില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അറിയാമല്ലോ, ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റവ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പം റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പച്ചട്ടിയില്ലേ, വെള്ളയപ്പം ചൂടുന്ന ആ ഒരു ചട്ടിയിലാണ് കേട്ടോ. ഇതിന് പകരം ചീനച്ചട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. നടുവേ കുഴിയുള്ള എന്തെങ്കിലും ഒരു പാത്രമാകുമ്പോൾ ഒന്നുകൂടി നല്ലൊരു നമ്മുടെ ബണ്ണപ്പത്തിൻ്റെയൊക്കെ ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം ഞാൻ ഇത് കുറച്ചൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എടുക്കട്ടെ, പക്ഷേ നെയ്യിലാകുമ്പോൾ ഒന്നുകൂടി ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ 1-1.5 സ്പൂണോളം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇതിപ്പം ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഏകദേശം ഒരു 1.5 സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 സ്പൂൺ മതി കേട്ടോ. കാരണം ഒരുപാട് കൂടുതലായിട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് വേവാൻ ടൈം എടുക്കും. അത്യാവശ്യം വേവുണ്ടല്ലോ ഇതിന്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് മാവ് ഒഴിച്ച് ഉടനെ തന്നെ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എത്രത്തോളം ചെറിയ തീയിലാക്കിയിട്ട് വെക്കാൻ പറ്റും അത്രത്തോളം ചെറിയ തീയിലാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എങ്കിലേ കറക്റ്റായിട്ട് ഉള്ളൊക്കെ വേവുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ഒരു സൈഡ് ഇപ്പോൾ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലൊന്നുകൂടി നെയ്യ് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പിന്നെ ഈ ഒരു പാനിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതാ ഈ ഒരു സൈഡും കൂടി അതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിൽ
പാകത്തിൽ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് ചുട്ടെടുത്ത് കഴിഞ്ഞ് ഉടനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഒട്ടുന്ന ടെക്സ്ചർ ആയിരിക്കും കിട്ടേണ്ടത്. കുറച്ചൊന്ന് ആറിയിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് മാവ് കുഴച്ച് വരുത്തോ കറികൾ ഉണ്ടാക്കുക അങ്ങനത്തെ മെനക്കെട്ടുള്ള പണിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തൊക്കെ കാണിക്കുക, ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ. എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റേ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്